സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ യോഗം ചേരും. 200 മെഗാവാട്ട് സോളാർ വൈദ്യുതി വാങ്ങാനുള്ള KSEBയുടെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് പരിഗണിക്കും. ഒരു വർഷത്തേക്ക് 24 മണിക്കൂറും വൈദ്യുതി വാങ്ങാനുള്ള അനുമതിക്കാണ് KSEB അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അപർണ KS ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഏതായാലും ഈ ഒരു റെഗുലേറ്ററി കമ്മീഷന്റെ യോഗം ഇന്ന് ചേരുകയാണ്. നമുക്കറിയാം, ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. പലയിടത്തും ഈ ഒരു KSEB ഓഫീസിലേക്ക് അടക്കം പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ചേരുന്ന ഈ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിൽ റെഗുലേറ്ററി കമ്മീഷൻ യോഗം ചേരുകയാണ്. 200 മെഗാവോൾട്ട് സോളാർ വൈദ്യുതി വാങ്ങുന്നതിനുള്ള KSEBയുടെ അപേക്ഷ ഇന്ന് ചേരുന്ന റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കുന്നതായിരിക്കും. ഒരു വർഷത്തേക്ക് 24 മണിക്കൂറും വൈദ്യുതി വാങ്ങാനുള്ള കരാറിനുള്ള അനുമതിയും തേടുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് പീക്ക് സമയങ്ങളിൽ 400 മുതൽ 500 മെഗാവോൾട്ട് വരെ വൈദ്യുതിയുടെ കുറവാണ് ഇപ്പോൾ നിലവിൽ അനുഭവപ്പെടുന്നത്. കാലവർഷം പ്രതീക്ഷിച്ചത്ര ലഭിക്കാത്തതും ഈ പ്രതിസന്ധിക്ക് ഒരു കാരണമായിട്ടുണ്ട്. കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കടമായി വാങ്ങിച്ച വൈദ്യുതി തിരികെ നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ തന്നെ പ്രതികൂലമായിട്ടാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ബാധിച്ചിട്ടുള്ളത്. പീക്ക് സമയങ്ങളിൽ ഉപയോഗത്തിനായി സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 3.93 രൂപ നിരക്കിൽ വൈദ്യുതി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ തന്നെ ഈ വൈദ്യുതി ലഭ്യമാക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ 200 മെഗാവോൾട്ട് കരാർ വേഗത്തിൽ ഉറപ്പാക്കാനായിട്ട് ഇത്തരത്തിൽ കമ്മീഷൻ ഒരു നീക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ NTPC നിന്നും മറ്റൊരു 200 മെഗാവോൾട്ട് വൈദ്യുതി കൂടി വാങ്ങാൻ KSEB അനുമതി തേടിയിട്ടുണ്ട്. മഴക്കുറവും അന്തരീക്ഷ താപനില വർദ്ധിച്ചു നിൽക്കുന്നതുമാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു കാരണമായിട്ടുള്ളത്. ഉപഭോഗം വളരെയേറെ വർദ്ധിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ മാസം ഈ പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ആവശ്യകത 3500 മുതൽ 3600 വരെ ആയിരുന്നു. എന്നാൽ അത് ഈ വർഷത്തേക്ക് വരുമ്പോഴത്തേക്ക് 4600 മുതൽ 4800 വരെ വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ കേരളത്തിലെ ഡാമുകൾ നിലവിൽ 28% മാത്രമാണ് വെള്ളം ഉള്ളത്. ഇത് കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രി അടക്കം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ തന്നെ ഇപ്പോൾ ലോകകപ്പ് ഫൈനൽ മത്സരം കണക്കിലെടുത്തുകൊണ്ട് ഈ നാളെ അധിക വൈദ്യുതി വാങ്ങാൻ ഒരു ശ്രമവും സർക്കാർ നടത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ വളരെയേറെ പ്രതിഷേധങ്ങൾ വിവിധ സംഘടനകളിൽ നിന്നൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. കൂടാതെ ഈ ഉപയോഗം പരമാവധി കുറച്ച് ജനങ്ങൾ കൂടി സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുന്നുണ്ട്. അതൊരു ആശ്വാസമായി തീരുമെന്ന പ്രതീക്ഷ കൂടിയുണ്ട് ദീപ്തി. ശരി, എന്തായാലും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടയിലാണ് ഇന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ യോഗം ചേരുന്നത്. 200 മെഗാവാട്ട് സോളാർ വൈദ്യുതി വാങ്ങാനുള്ള KSEBയുടെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് പരിഗണിക്കും. ഒരു വർഷത്തേക്ക് 24 മണിക്കൂറും വൈദ്യുതി വാങ്ങാനുള്ള അനുമതിക്കാണ് KSEB അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അപർണ KS ആണ് വിവരങ്ങൾ നൽകിയത്.